Rules for naming mononuclear coordination compounds. Mononuclear meaning the complex containing only one central metal atom. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു മെറ്റൽ ആറ്റം ഉള്ള കോമ്പൗണ്ട്സ് കോംപ്ലക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മോണോന്യൂക്ലിയർ ആണ്, അതായത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉള്ളൂ. അവരൊക്കെ നമുക്ക് ഈ നെയിമിങ് ഉണ്ട്, നോമൻക്ലേച്ചർ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പേര് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന്. പിന്നെ എൻട്രൻസിനും കൂടുതലായിട്ട് വരുന്ന പോർഷൻ തന്നെയാണത് റൂൾസ്. അപ്പോൾ റൂൾസ് അറിഞ്ഞിരിക്കണം. നമുക്ക് റൂൾ നമ്പർ 1 നോക്കാം. റൂൾ നമ്പർ 1 എന്താണ്? റൂൾ നമ്പർ 1, കോംപ്ലക്സ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഒക്കെ എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന പാർട്ട് എല്ലായ്പ്പോഴും പോസിറ്റീവ് പാർട്ടായിരിക്കും, അഥവാ പോസിറ്റീവ് അയോണോ പോസിറ്റീവ് അയണിക് സ്പീഷീസോ ആയിരിക്കും ആദ്യം എഴുതേണ്ടത്. റൂൾ 1 പറയുന്നത്. റൂൾ 1 പറയുന്നത് പോസിറ്റീവ് അയോൺ ഈസ് നെയിംഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ ദ നെഗറ്റീവ് അയോൺ എന്നാണ് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുന്നത് K2PtCl6 ടൈംസ് എന്ന് വിചാരിക്കാം. ഇത് ഈ ഒരു എക്സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന പാർട്ട് ഇതാണ്, ഫസ്റ്റ് പാർട്ട്. അവൻ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ആണ്. ഇവിടെ കോംപ്ലക്സ് അല്ല വന്നിരിക്കുന്നത്, അയോണിക് തന്നെയാണ്, നമ്മൾ അയോണൈസേഷൻ സ്പിയർ ആണ്. ഈ പറയുന്നതാണ് അയോൺ ആകില്ല, അതുകൊണ്ടാണ് ഇവനെ നോൺ അയോണൈസേഷൻ സ്പിയർ ആണ്. ഇവനെ വിളിക്കുന്നു കോർഡിനേഷൻ സ്പിയർ. ആദ്യം എഴുതുന്നത് ആരാണോ അവൻ പോസിറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്പിയർ അല്ല, പൊട്ടാസ്യം ആണ്. ഫോളോഡ് ബൈ ഇവിടെ കോംപ്ലക്സ് പാർട്ടാണ് നെഗറ്റീവ് പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ആദ്യം എഴുതുന്നത് പോസിറ്റീവ്, രണ്ടാമത് എഴുതുന്നത് നെഗറ്റീവ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. വേറെ ഒന്നും നിങ്ങൾക്ക് പറയുന്നില്ല. റൂൾ 1 പറയുന്നത് പോസിറ്റീവ് ഏത് നെഗറ്റീവ് ഏത് എന്നുള്ള കാറ്റയോൺ ആദ്യം ആണ്, രണ്ടാമത് ആനിയോൺ ആണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുന്നത് CONH3 5 ടൈംസ് Cl നോക്കാം, Cl2. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ എഴുതിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ ആദ്യം എഴുതിക്കുന്നത്. എന്താണ്? ഈ കോംപ്ലക്സ് പാർട്ടാണ്. അപ്പൊ അവരാണ് പോസിറ്റീവ് പാർട്ടായിട്ട് വരേണ്ടത്, പോസിറ്റീവ് പാർട്ടായിട്ട് വരേണ്ടത്. ഈ രണ്ടാമത് ക്ലോറിൻ ആണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് കാറ്റയോണിക് സ്പീഷീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലോറിൻ രണ്ടാമത്, അവൻ നെഗറ്റീവ് ആണ്. അപ്പൊ ആദ്യം എഴുതുന്നവൻ ആര്? അവൻ പോസിറ്റീവ്. അപ്പോൾ ഇവർ ആദ്യം എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പൊട്ടാസ്യം ആണ് പോസിറ്റീവ്, കോംപ്ലക്സ് പാർട്ട് നെഗറ്റീവ്. ഇവിടെ കോംപ്ലക്സ് ആദ്യം എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് അവൻ പോസിറ്റീവ് പാർട്ട്, ക്ലോറിൻ ആണ് നെഗറ്റീവ് പാർട്ട്. ഇതാണ് റൂൾ നമ്പർ 1 പഠിക്കുന്നത്. ഇനി ചില കേസിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ന്യൂട്രൽ മോളിക്യൂൾസ് പറയും, NH3 5 ടൈംസ് Cl എന്തോ ആയിക്കോട്ടെ. ഇതിന് ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നു. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പുറത്ത് ഈ ലെഫ്റ്റ് സൈഡിലൊന്നും ചെയ്തിട്ടില്ല, റൈറ്റ് സൈഡിലൊന്നുമില്ല. ആകെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, പോസിറ്റീവ് പാർട്ടും ഇല്ല നെഗറ്റീവ് പാർട്ടും, അങ്ങനെയൊന്നുമില്ല, ന്യൂട്രൽ ആണ്. ഇതാണ് ഒരു കോമ്പൗണ്ട്. ഇത് ഒന്നാമത്തെ കോമ്പൗണ്ട്, ഇത് രണ്ടാമത് കാണിച്ചു, മൂന്നാമത്. ഇങ്ങനെ ഒരു കേസാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പറയണ്ട, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ പേര് പറയുമ്പോൾ കണ്ടോ, സ്പിയറിനകത്തുള്ളവൻ ഒറ്റ പേരിൽ പറയുന്നു, പേര് പറയുമ്പോൾ. അപ്പൊ പേര് പറയുമ്പോൾ അതിന്റെ ഓർഡർ നമ്മൾ അടുത്തടുത്ത റൂളുകളിലേക്കായിട്ട് നമ്മൾ പഠിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ പേര് ആൽഫാബറ്റിക് ഓർഡറിലാണ് പറയേണ്ടത്. ഇവിടെ അമോണിയാണ് ഒരു ലിഗാൻഡ്, ക്ലോറിൻ ലിഗാൻഡ്. അമീനും ക്ലോറിനും ഏതാണ് ആൽഫാബറ്റിക് ഓർഡർ? അമീൻ. അപ്പോൾ എത്ര അമീൻ ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അതുകൊണ്ട് പെൻഡ, പെൻഡയുടെ പി ആൽഫാബറ്റിക്കിൽ എടുക്കില്ല. ലിഗാൻഡ്സിന്റെ പേര് ഏതാണ്? അമോണിയന്റെ കൂടെ അമീനും ക്ലോറിനും, അമീൻ ക്ലോറോ ആൽഫാബറ്റിക് ഉള്ള അമീൻ. എത്ര അമീൻ ഉണ്ട്? 5. അതുകൊണ്ട് പെൻഡ എടുക്കണം. പെൻഡയുടെ എയും ഉണ്ട്, അമീന്റെ എയും ഉണ്ട്, AMMINE, പെൻഡാമീൻ. കാരണം ഇവിടെ ഡബിൾ എം ഉണ്ട്. അമീൻ എന്നത് പെൻഡാമീൻ, ക്ലോറിൻ. അമോണിയ എന്താണ്? ഒരു ന്യൂട്രലാണ്. ക്ലോറിൻ നോക്കുക, നെഗറ്റീവ് ലിഗാൻഡുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവസാനം O എൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് ക്ലോറോ, സ്പേസ് വിടാൻ പാടില്ല. കണ്ടോ, ഞാൻ ഇതിനിടയിൽ ഒരു സ്പേസും ഇല്ല.
പെന്റെ എയും ഉണ്ട് കേട്ടോ, അമീന്റെ എയും ഉണ്ട് കേട്ടോ. രണ്ട് എയും റിട്ടേൺ ചെയ്യണം. പെന്റാമീൻ ക്ലോറോ നിക്കൽ, NiCkel, നിക്കൽ. ഇത്രയും എഴുതിയിട്ട് സ്ക്വയർ അതിന്റെ പാരന്തസിസിൽ മെറ്റൽ ലാസ്റ്റ് എഴുതേണ്ടത് പാരന്തസിസിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണിക്കണം. ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ കണ്ടുപിടിക്കാൻ. ഇത് എക്സ് ആണ്, ഇത് 0 ആണെന്ന് അറിയാം ആദ്യം. ഇത് -1 ആണ് അല്ലെ. എക്സ് പ്ലസ് 1 × -1 അല്ലെ, -1 × 1 ഈക്വൽ ടു, ഇത് ചാർജ് ഒന്നുമില്ല 0. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ്, -1 അപ്പോൾ +1. അപ്പൊ ഇവിടെ 1 ആണ് ഈ പറയുന്ന ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ പേര് നോക്കുക. ഇങ്ങനെ വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ തന്നിട്ടുണ്ട്. കാരണം ഇവിടെ ന്യൂട്രൽ മോളിക്യൂൾ ഈ സ്പിയർ എഴുതുമ്പോൾ സ്പിയറില്ല, ഈ പറയുന്ന സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുമ്പോൾ ഒരിക്കലും ഇടയിൽ ഗ്യാപ്പുകൾ ഇടരുത്, നിർബന്ധമാണ്. ഈ കേസിലാണെങ്കിൽ ഇത് ഇത്തരം പേര് എഴുതുമ്പോൾ ഗ്യാപ്പ് ഇടരുത്, പിന്നെ ഒരു ഗ്യാപ്പ് ഇടാം ഇവിടെ. ഇതിന്റെ പേര് ഇപ്രകാരമാണ്. അതുപോലെ ഒന്നാമത്തെ പേര് നമുക്ക് നോക്കാം എന്തായിരിക്കും. അത് നെക്സ്റ്റ് ഓരോന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പൊട്ടാസ്യം ആണ്, അതുകൊണ്ട് പി ക്യാപിറ്റൽ എഴുതിക്കോളൂ. പൊട്ടാസ്യം എടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇടാം. കാരണം ഇവന്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമ്പോൾ മാത്രം ഗ്യാപ്പ് ഉണ്ടാകുന്നതിനിടയിൽ 6 ക്ലോറിൻ ഉണ്ട്. ഒരു സ്പേസ് വിട്ടോളൂ, ഹെക്സാ. ഇനി സ്പേസ് വിടാൻ പാടില്ല, ഹെക്സാ ക്ലോറോ. എന്താ നെഗറ്റീവ് ലിഗാൻഡുകൾ OO എൻഡിങ്ങിലാണ് പറയുന്നത്, ക്ലോറോ. ഇത് ഇവൻ ആദ്യം പൊട്ടാസ്യം പോസിറ്റീവ് പാർട്ടാണെങ്കിൽ ഈ സ്പിയർ എന്താണ്, നെഗറ്റീവാണ്. നെഗറ്റീവ് പാർട്ടൊക്കെ വരുമ്പോൾ മെറ്റലിന്റെ പേര് പ്ലാറ്റിനം എന്ന് എഴുതരുത്, പറയുന്നുണ്ട് പ്ലാറ്റിനേറ്റ് എന്ന് പറയും. എന്താണ് 8 എന്ന ഉച്ചാരണം, പ്ലാറ്റിനേറ്റ്. പി ക്യാപിറ്റൽ വരാൻ പാടില്ല, ഒരിക്കലും പിന്നീട് ചെയ്യാം. പ്ലാറ്റിനേറ്റ് എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ കണ്ടുപിടിക്കാം. ഇതിന്റെ അറിയില്ല, ഇതിന്റെ +1 ആണ്, ഇതിന്റെ എക്സ് അറിയില്ല, -1 ആണ്. നോക്കിക്കോളൂ, +1 × 2 അല്ലേ, +2 +x -1 × -6 ഈക്വൽ ടു, വേറെ ചാർജ് ഒന്നുമില്ല, 0. ഈ എക്സ് ഇവിടെ -6 +2 -4x ഈക്വൽ ടു +4 ആണ് കിട്ടിയിരിക്കുന്നത്. റോമൻ ലെറ്ററിലാണ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കേണ്ടത്, +4 കണ്ടോ. പ്രകാരമാണ് എഴുതേണ്ടത് പേര്. ഹെക്സാക്ലോറോ പ്ലാറ്റിനേറ്റ് കേട്ടോ. ഇത്രയും പേരിട്ടപ്പോൾ ഞാൻ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയേ, ഗ്യാപ്പില്ല. പിന്നെ മെറ്റൽ കഴിഞ്ഞാൽ പാരന്തസിസിൽ കാണിക്കണം. ഒരു പാരന്തസിസിലാണ്, ബ്രാക്കറ്റിനുള്ളിലാണ് ഈ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് പ്ലാറ്റിനം എന്ന് പറയേണ്ട പ്ലാറ്റിനേറ്റ് കണ്ടോ. ഇവൻ പോസിറ്റീവ് പാർട്ട് പൊട്ടാസ്യം ആണ്, ഇത് നെഗറ്റീവ് പാർട്ട് ആയതുകൊണ്ട് മെറ്റലിന്റെ പേര് മെറ്റലേറ്റ് എന്നാണ് പറയേണ്ടത്. ഇവിടെ നോക്കുക, രണ്ടാമത്തെ കേസ് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ആദ്യം എഴുതുന്നവൻ റൂൾ നമ്പർ പറയുന്നുണ്ട്, ആദ്യം എഴുതുന്നവൻ പോസിറ്റീവ് ആണ്, രണ്ടാമത് എഴുതുന്നവൻ നെഗറ്റീവ് ആണ്. അപ്പൊ പറഞ്ഞോളൂ, ഇവന്റെ പേര് പറയുമ്പോൾ അമീനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ എന്താ പറയേണ്ടത്, 5 അമീനുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ലിഗാൻഡ് അമോണിയയാണോ ക്ലോറിനാണോ ആദ്യം പറയേണ്ടത്, അമോണിയ തന്നെ. അപ്പൊ അമീൻ 5 അമീനാണുള്ളത് അവിടെ അല്ലേ. അപ്പൊ നമുക്ക് പേര് പറയാം, പെന്റാമിൻ ക്ലോറോ കൊബാൾട്ട്. എത്രയുണ്ട് നോക്കാം. ഇവിടെ നിങ്ങൾ പേരിട്ട് കൊടുക്കുന്നത് ഇവിടെ പെന്റാമിൻ ക്ലോറോ കൊബാൾട്ട്. പെന്റാമിൻ അമീന്റെ എയുണ്ട്, 2 എയുണ്ട് കേട്ടോ. അമീൻ പെന്റാമിൻ ക്ലോറോ കൊബാൾട്ട്. ആ പേര് അങ്ങനെ എഴുതാം. എന്താ എഴുതാം, റോമൻ ലെറ്ററിൽ കണ്ടുപിടിക്കുക. ഇത് -1 ആണ് അല്ലേ, ഇത് -1 × 2 -2 -1 -3 എക്സ് ഇവിടെ 0 ആണ്. x - 3 = 0, x = 3 ആണ്. 3 പുറത്ത് ക്ലോറിൻ ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ. റോമൻ ലെറ്റർ കഴിഞ്ഞിട്ട് ക്ലോറൈഡ്, Cl3 Cl4 എന്തായാലും ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി. പെന്റാമിൻ ക്ലോറോ കൊബാൾട്ട് 3, പെന്റാമിൻ ക്ലോറോ കൊബാൾട്ട് എന്താണ് പറയുന്നത്, ക്ലോറൈഡ്. കണ്ടോ, ക്ലോറൈഡ്. ഇത്രയാണ് പറയുന്നത്, റൂൾ നമ്പർ 1 പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച മാതിരി തന്നെ ഒരു റൂള് പറയുന്നുണ്ട്. റൂൾ നമ്പർ 1 റൂൾ 2 ഉണ്ട്. ഈ റൂൾ 2 പറയുന്നത്
എല്ലാവർക്കും ഒരു ഓർഡർ ഉണ്ട്. റൂൾ 2 പറയുന്നത്, റൂൾ 1 പറയുന്നത് ഫസ്റ്റ് എഴുതുന്നവൻ പോസിറ്റീവ്, രണ്ടാമത് നെഗറ്റീവ്. ഇവിടുത്തെ കേസിൽ പൊട്ടാസ്യം ആയതുകൊണ്ട് അവൻ പോസിറ്റീവ്. കോംപ്ലക്സ് ആണ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ കോംപ്ലക്സ് ആദ്യം എഴുതി പാർട്ട്, കോംപ്ലക്സ് പാർട്ട് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, ഇത് ന്യൂട്രലാണ്. ഇനി ഇവർ പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് നെയിമിംഗ് ആണ് റൂൾ 2 പറയുന്നത്. അപ്പൊ റൂൾ 2 എല്ലായ്പ്പോഴും പറയുന്നത് നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ ആണ്. നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ, നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ. എങ്ങനെയാണ് കോർഡിനേഷൻ സ്ഫിയർ നെയിം ചെയ്യേണ്ടത് എന്നാ പറയുന്നത്. അവർ പറയുന്നത് ഫസ്റ്റ് പറയേണ്ടത് ലിഗാൻഡ് ആൽഫാബറ്റിക് ഓർഡറിൽ ലിഗാൻഡ് പറയണം എന്നാ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ലിഗാൻഡുകളെല്ലാം ആൽഫാബറ്റിക് ഓർഡറിൽ ഫോളോ ചെയ്ത ശേഷം മെറ്റൽ പറയണം എന്നാ പറയുന്നത്. മെറ്റൽ, സെൻട്രൽ മെറ്റൽ. മൂന്നാമത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്പർ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പാരന്തസിസ് പറയണം. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ റൂൾ. നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിനെ എങ്ങനെ നെയിം ചെയ്യാം? ഒന്ന് പേര് പറയുമ്പോൾ ആദ്യം ലിഗാൻഡുകൾ ആൽഫാബറ്റിക് ഓർഡറിൽ പറയണം. രണ്ട് മെറ്റൽ ആറ്റം പറയണം. മൂന്നാമത് പാരന്തസിസിലെ മെറ്റൽ ആറ്റത്തോടൊപ്പം ചേർന്ന് പറയണം. ഇതെല്ലാം വിതൗട്ട് ലീവിങ് എനി സ്പേസ് ബിറ്റ്വീൻ ദീസ് ത്രീ. ഇവർ എഴുതുമ്പോൾ ഒരിക്കലും ഒരു എന്താ പറയുക സ്പേസ് ഇടാൻ പാടില്ല. ആ സ്പിയർ എഴുതുമ്പോൾ, സ്പിയറിന്റെ പേര് എഴുതുമ്പോൾ ഈ സ്പിയറിന്റെ പേരിൽ കൂടെ ഇടയിൽ സ്പേസ് ഉണ്ടോ? സ്പേസ് വിതൗട്ട് ലീവിങ് സ്പേസ് ബിറ്റ്വീൻ ദീസ് ത്രീ. അങ്ങനെ തമ്മിൽ ഒരു സ്പേസ് ഇടരുത് എന്നാ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച്, അതാണ് റൂൾ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരെയാണ്. CO NH3 6 ടൈംസ് ഞാൻ തന്നിരിക്കുന്നു. ഒരു 3+ ആണ്. ഞാൻ ബാക്കി ഞാൻ മോളിക്കൂളൊന്നും ഇല്ല, ഇങ്ങനെ ചാർജ് മാത്രം നോക്കിയാണ്. ഇതിന്റെ പേര് പറയുമ്പോൾ ലിഗാൻഡ് പറയാൻ എത്ര ലിഗാൻഡിന്റെ ഒരൊറ്റ ലിഗാൻഡുള്ള അമോണിയ ഉണ്ട്. അത് പറയുമ്പോൾ 6 ഉണ്ട്. അപ്പോൾ അതിന്റെ പ്രിഫിക്സ് പറയണേ. നമ്പർ കാണിക്കുന്നത്, എണ്ണത്തെ കാണിക്കുന്നത് പ്രിഫിക്സ് ഉപയോഗിച്ചിട്ടാണ്. ആ പ്രിഫിക്സ് 6 ഉണ്ട്. അപ്പൊ ഹെക്സ ക്യാപിറ്റൽ, സ്റ്റാർട്ടിങ് H ക്യാപിറ്റൽ ചെയ്തോളൂ. ഹെക്സ ആ എ ഉണ്ട്. ഇനി അമീന്റെ എയും ഉണ്ട്, 2 ഉണ്ട്. ഹെക്സാ അമീൻ, AMM ആട്ടോ. ഹെക്സാമിൻ കഴിഞ്ഞിട്ട് കണ്ടോ, ലിഗാൻഡ് കഴിഞ്ഞു. മെറ്റൽ എഴുതാം. കൊബാൾട്ട്, കൊബാൾട്ട് എഴുതുമ്പോൾ ഒരു C ക്യാപിറ്റലും O സ്മോളുമാണ്. കൊബാൾട്ട് രണ്ടും വലിപ്പമാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആയി പോട്ടോ. കൊബാൾട്ട് ബ്രാക്കറ്റിൽ, വിതിൻ ദ ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ എന്ത് എഴുതണം? ഓക്സിഡേഷൻ. നമുക്കറിയാലോ അമോണിയുടെ 0 ചാർജാണ്. ഇവർ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? X പ്ലസ് 0 × 6 0 ഈക്വൽ ടു സ്പിയറിന്റെ മുകളിൽ ചാർജ് നോക്കി എത്രയാണ്? 3+3 ഉണ്ട് അല്ലേ? അപ്പോൾ പ്ലസ് 3+ ഉണ്ട്. അപ്പൊ നമുക്ക് X = 3 ആണ്. അവിടെ റോമൻ നമ്പറിൽ 3 കാണിക്കാം. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് എഴുതി മാർക്ക് കിട്ടൂല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇത്രയുമാണ്. ഇത് ചാർജ് ഉള്ള സ്പീഷീസാ, പോസിറ്റീവ്. അതുകൊണ്ട് പുറത്ത് അയോൺ കൂടി എഴുതി ചേർക്കണം. ചാർജ് സാധനം ഉണ്ടാക്കണം. ന്യൂട്രൽ മോളിക്യൂൾ ഇതുമാതിരി തന്നില്ല. ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ 3+ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇത്ര എഴുതിയതിനു ശേഷം അയോൺ. കണ്ടോ, ഇതിനിടയിൽ ഇത്രയും ഇടയിൽ സ്പേസ് ഉണ്ടോ? നോ സ്പേസ്. അതാണ് അവർ നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ ആണ് രണ്ടാമത്തെ റൂൾ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം FeCN 6 ടൈംസ് 3- പറയുന്നു. ഇതിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പേര് പറയേണ്ടി വരും? 6 സൈനൈഡിന്. അപ്പൊ ഹെക്സ, സ്പേസ് വിടാൻ പാടില്ല. ഹെക്സ സയാനോ, നെഗറ്റീവ് ചാർജ് ഉള്ളവരാണല്ലോ. സയാനോ ഇവിടെ ഇരുമ്പാണ്, അയേണാണ്. നെഗറ്റീവ് ആണെങ്കിൽ മെറ്റൽ പാർട്ടിനെ മെറ്റലൈറ്റ് എന്ന് പറയണം. ഫെറൈറ്റ് എന്നാണ്. സ്പേസ് വിടാൻ പാടില്ല. ഫെറൈറ്റ്. എന്നിട്ട് പാരന്തസിസിൽ അതിന്റെ ഓക്സിജൻ നമ്പർ പിന്നെ -1 ആണെന്ന് അറിയാം. അപ്പൊ X + -1 × 6 = -3. X = -3 + 6. അപ്പൊ എന്ത് വരും? നമുക്ക് 3 തന്നെ കിട്ടും. 3 ഇത്രയും 3 ശേഷം ഇതൊരു നെഗറ്റീവ് ചാർജ് കോംപ്ലക്സ് അല്ലേ? അതുകൊണ്ട് പുറത്ത് അയോൺ എഴുതി ചേർക്കണ്ടോ. അയോൺ കണ്ടോ, ഹെക്സാ സയാനോ ഫെറൈറ്റ് 3 അയോൺ. ഹെക്സാ സയാനോ ഫെറൈറ്റ്. മെറ്റൽ ആകുമ്പോൾ അയനൈറ്റ് എഴുതലോ. ഫെറൈറ്റ്. ഇതിനിടയിൽ സ്പേസ് ഉണ്ടോ? ഒരു സ്പേസും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ കേട്ടോ, ഒരു സ്പേസും ഇങ്ങനെ പറയും. 3 പേര് എഴുതുമ്പോൾ ഒരു സ്പേസും ഇടാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെയിം ഓഫ് ദ ലിഗാൻഡ്, നെയിം ഓഫ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം, ഓക്സിഡേഷൻ നമ്പർ വിത്തിൻ ദ പാരന്തസിസ് ഇതാണ് പറയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമീൻ ഒക്കെ എഴുതുമ്പോൾ AMM ഉണ്ട്. അമീൻ എന്നാണ് പറയേണ്ടത്.
പെൻഡ അമീൻ. അപ്പൊ പെൻഡയുടെ എയും അമീന്റെ എയും രണ്ട് എയും റിട്ടൈൻ ചെയ്യണം, മറന്നു പോകരുത്. അപ്പോ ഇതാണ്. അപ്പോ രണ്ടാമത്തെ റൂൾ പറയുന്നത് കോർഡിനേറ്റ് സ്ഫിയർ പറയുമ്പോൾ ലിഗാൻഡ് ആദ്യം പറയണം ആൽഫാബറ്റിക്കൽ ഓർഡറിൽ. രണ്ട്, മെറ്റൽ എഴുതണം. മെറ്റൽ എഴുതി കഴിഞ്ഞാൽ ഫോളോഡ് ബൈ ദ ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ ഓക്സിഡേഷൻ നമ്പർ വിതിൻ ദ പാരന്തസിസ്. എന്താണ്? ഇൻ ദ ഫോം ഓഫ് അല്ലെ ബൈ യൂസിങ് റോമൻ ലെറ്റർ ഉപയോഗിച്ചിട്ട് എഴുതണം. ഇതാണ് റൂൾ നമ്പർ 2. നമ്പർ 1 പറഞ്ഞത് ആദ്യം എഴുതുന്ന ആൾ പോസിറ്റീവും രണ്ടാമത് നെഗറ്റീവും. ഇത്രയേ ഉള്ളൂ റൂൾ നമ്പർ 1. നമ്പർ 2 ഈ കോർഡിനേഷൻ സ്ഫിയറിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്, ഈ ഓർഡർ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്ന കാര്യങ്ങളാണ്. ഇത് മൈൻഡിൽ എടുത്തു വെച്ചാൽ മതി, ഒരു തവണ എഴുതിയാൽ മതി നോട്ടിൽ. പിന്നീട് അതിന് വേണ്ടി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മനസ്സിൽ കയറിക്കോളും.